നാടിനെ രക്ഷിച്ച വീരബാഹു. തീറ്റയോട് തീറ്റ. പെരുവയറൻ രാജാവിന് ഒരേയൊരു വിചാരം മാത്രം, തിന്നണം തിന്നണം, എപ്പോഴും തിന്നണം. പ്രജകളെ കുറിച്ച് യാതൊരു ചിന്തയുമില്ല. തന്റെ വയർ എപ്പോഴും നിറഞ്ഞിരിക്കണം. ചോറും കറിയും പലഹാരങ്ങളും കുമ്പ നിറയെ വാരി വലിച്ചു തിന്നും. ഏമ്പക്കം വിട്ട് എഴുന്നേറ്റു പോകും. കുളിയും ഉറക്കവും എല്ലാം കഷ്ടി. ഇത് കൊട്ടാരത്തിൽ സംസാര വിഷയമായി. ഇങ്ങനെ പോയാൽ ഈ പെരുവയറൻ രാജാവ് നാട് മുടിക്കും. ആളുകൾ തമ്മിൽ തമ്മിൽ പറയാൻ തുടങ്ങി. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും പെരുവയറൻ രാജാവിന്റെ ശരീരം ചീർത്തു, മുടി നീണ്ടു, നഖം വളർന്നു, അനങ്ങാൻ പോലും വയ്യാതെ കിടപ്പിലായി. നാടിന്റെ നാനാഭാഗത്തു നിന്നും വൈദ്യന്മാർ രാജാവിനെ ചികിത്സിക്കാനെത്തി. പലരും മാറി മാറി ചികിത്സിച്ചു. ദീനത്തിനൊരു കുറവുമില്ല. അപ്പോഴും രാജാവ് തീറ്റ നിർത്തിയില്ല. അങ്ങനെ ഇരിക്കെ ചെറുപ്പക്കാരനായ വീരബാഹു വൈദ്യൻ കൊട്ടാരത്തിലെത്തി. അദ്ദേഹം രാജാവിനെ വിശദമായി പരിശോധിച്ചു. മരുന്നു നൽകി. രാജാവേ, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ രോഗം പടി കടക്കും. 2 നേരം കുളിക്കണം, പല്ല് തേച്ചിടണം, നഖങ്ങൾ വളർന്നിടുമ്പോൾ മുറിച്ചിടണം. എന്താ ചെയ്യാമോ? വീരബാഹു ചോദിച്ചു. രാജാവ് തല കുലുക്കി സമ്മതിച്ചു. മാസം 1 കഴിഞ്ഞു. മരുന്നു കഴിച്ചിട്ടും ശരീരം വൃത്തിയാക്കിയിട്ടും അസുഖം പൂർണ്ണമായി മാറിയില്ല. ഇനി എന്തു ചെയ്യും? വീരബാഹു വീണ്ടും വന്നു. മണ്ണു നന്നായി കിളയ്ക്കണം, വിത്തെടുത്തു വിതയ്ക്കണം, ദേഹം വീർത്തിയിടും വരെ വേല ചെയ്യണം. ഇത് കേട്ട് രാജാവിന് വീരബാഹുവിനോട് നീരസം തോന്നി. എങ്കിലും അദ്ദേഹം പതുക്കെ ഓരോരോ ജോലികൾ ചെയ്യാൻ തുടങ്ങി. പകലന്തിയോളം ജോലി, കൃത്യസമയത്ത് ഭക്ഷണം. മാസങ്ങൾ കടന്നുപോയി. രാജാവിന്റെ ദേഹം മെലിഞ്ഞു, പെരുവയറൻ ചുരുങ്ങി, ആഹാരത്തോടുള്ള ആർത്തി കുറഞ്ഞു. രാജാവ് വീരബാഹുവിനെ വിളിച്ചു വരുത്തി. വൈദ്യരെ, എന്റെ രോഗം പൂർണ്ണമായും മാറി. പക്ഷേ നാട്ടിലാകെ പല രോഗങ്ങളും പടർന്നു പിടിക്കുകയാണ്. അതിനും കൂടി ഒരു പരിഹാരം താങ്കൾ കാണണം. വീരബാഹു ചില കാര്യങ്ങൾ രാജാവിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നാട് മുഴുവൻ ഉടൻ വിളംബരം ചെയ്യൂ. രാജാവ് മന്ത്രിയോട് കൽപ്പിച്ചു. പടയാളികളെ കവല തോർത്ത് ചെണ്ട കൊട്ടി അറിയിച്ചു. ഡും 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 ഡും. നാട്ടുകാരെ കേട്ടിടണം, കേട്ട കാര്യം ചെയ്തിടണം. ദേഹമെല്ലാം ശുചിയായി സൂക്ഷിച്ചിടണം. വീടും ചുറ്റുപാടുമെല്ലാം വൃത്തിയായി സൂക്ഷിക്കണം. ഈച്ചക്കൊതു കിടങ്ങളെ തുരത്തിടണം. പുഴ കിണർ കുളമെല്ലാം ശുചിയായി സൂക്ഷിക്കണം. രോഗമെല്ലാം നടുവിട് ഓർക്കുക വേണം.